ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് 2 BHK 3 BHK ഭവനങ്ങൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086 3999995 8086 7999992. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന പരാതിയെ ചൊല്ലി കോലഴി ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ NA സാബു 27.5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാരോപിച്ച് ഒരു കുടുംബം കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്നും NA സാബു പ്രതികരിച്ചു. ജോലി വാഗ്ദാനം ചെയ്ത് NA സാബു 27.5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ഒരു കുടുംബം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. നീതി തേടിയുള്ള കുടുംബത്തിന്റെ ഈ പ്രതിഷേധം വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾക്കെതിരെ ശക്തമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു. താൻ ആരുടെയും പണം തട്ടിയെടുത്തിട്ടില്ലെന്നും ഇത് CPIM കെട്ടിച്ചമച്ച തിരക്കഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPIMൽ നിന്നും ഭരണം UDF തിരിച്ചുപിടിച്ചത് മുതൽ തന്നെ വ്യക്തിപരമായി തകർക്കാൻ ആസൂത്രിതമായ നീക്കം നടക്കുകയാണ്. സ്ഥലം MLA സേവ്യർ ചിറ്റലപ്പള്ളി തന്നെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്നും ഇതിനെ നിയമപരമായും നേരിട്ട് നിരപരാധിത്വം തെളിയിക്കുമെന്നും NA സാബു വ്യക്തമാക്കി. പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗുണ്ട എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള പോലത്തെ പെരുമാറി അവർ ഇന്നലെ വൈകുന്നേരമാണ് പോക്കറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്ക് കൗണ്ടർ കേസും കൊടുത്തു. ഇവരുടെ പേരിൽ കൗണ്ടർ കേസ് കൊടുത്തു. അവരുടെ ഭരണസ്വാധീനം ഉണ്ടല്ലോ. എന്തായാലും സത്യം ജയിക്കുന്നവരെ പോരാടി ആത്മഹത്യ ചെയ്യില്ല. അത് മുടക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന കാര്യം നടന്നു. പിന്നെ അവിടുത്തെ വൈസ് പ്രസിഡന്റായിരുന്നു ഇപ്പോഴത്തെ ലോക്കൽ സെക്രട്ടറി വികാസ് രാജ്. അദ്ദേഹം അവിടുത്തെ കോഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയ വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ കാറാണ് കോഴി ഗ്രാമപഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് വേണ്ടി ഓടുന്നത്. ഞാൻ ആ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ ആ കാറിൻ്റെ ഉടമസ്ഥൻ, അതായത് ടെൻഡർ വെച്ചിരിക്കുന്ന ആള് 2 വർഷമായി മരണമടഞ്ഞു പോയതാണ്. ആ പരേതനാണ് ഇപ്പോഴും ആ കാറിന്റെ എഗ്രിമെന്റ് തുക പഞ്ചായത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. You are watching VCV News.